ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണല്ലേ ചക്കക്കുരു മാങ്ങാക്കറി. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്നറിയാം. എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഈസിയാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ മുമ്പ് ചക്കക്കുരു കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചക്കക്കുരുവൊക്കെ അരിഞ്ഞിട്ട് തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു മുക്കാഭാവം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പുളിയുള്ള അത്യാവശ്യം നല്ല പുളിയുള്ളൊരു മാങ്ങയാണ് കേട്ടോ. ചെറിയ മാങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഈ മാങ്ങയൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ ചക്കക്കുരുവൊക്കെ ഓൾറെഡി വേവിച്ച് ഞാൻ വെച്ചിട്ടുള്ളതാണ്. മാങ്ങ മാത്രം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് അത് മാങ്ങയൊക്കെ വെന്തുള്ളൂ. അധികം സമയമൊന്നും വേണ്ട. നമ്മൾ ഓൾറെഡി ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാങ്ങയൊന്ന് വേകാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2-3 ഇതിൽ കറിവേപ്പില, ഒരു നുള്ളു ജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നിറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉണക്കയായാലും പച്ചയായാലും ചേർത്ത് കൊടുത്താൽ മതി. ഞാനതില്ലാത്തതുകൊണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നിറച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന ആ ഒരു ചക്കക്കുരുവിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാല ചേർക്കുമ്പോഴും കുരുമുളക് പൊടി ചേർക്കുമ്പോഴും നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ വെച്ച് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആ മിക്സി ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് എന്തേരമാണോ വേണ്ടത് അങ്ങനെ ചേർക്കാം. ചക്കക്കുരു കുറച്ചുകൂടി ഉറച്ച് കൊടുക്കുമ്പോൾ ഗ്രേവിക്ക് കുറച്ച് കട്ടി വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറല്ല കേട്ടോ, നല്ലൊരു മഞ്ഞ കളറാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് കടുകൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. ഉപ്പൊക്കെ പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വെച്ച് നമ്മൾ ഒരുപാട് ചക്കക്കുരു കറി വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇനി ചക്കക്കുരുവൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ വെച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ആ ഒരു ഗ്രേവിയൊക്കെ കണ്ട നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഫുള്ള് വീഡിയോ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.